ഹലോ, ഇന്നത്തെ ഫോട്ടോഷൂട്ട് കാർഡ്ബോർഡും കളർ പേപ്പറും ഒക്കെ വെച്ചിട്ടാണേ. ഒരു സിമ്പിൾ ഫോട്ടോഷൂട്ട്, ന്യൂ ഇയർ ഫോട്ടോഷൂട്ട്, കുഞ്ഞു ബേബീസിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാർഡ്ബോർഡിൽ 2025 കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. വെള്ള ചാർട്ട് പേപ്പറിൽ ഈ ഓരോ നമ്പേഴ്സും ഗ്ലൂ തേച്ച് ഒട്ടിക്കണം. ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് നമുക്കതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി നമ്മൾ ന്യൂ ഇയറിന് കുഞ്ഞിന് ഇടാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സ് എടുക്കാം. ഡ്രസ്സ് ഏത് ഡ്രസ്സായിക്കോട്ടെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അതിൽ കൂടുതലുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക. ഇതിൽ ഒരു പീച്ച് ഷെയ്ഡാണല്ലോ ഡ്രസ്സ്, അപ്പോൾ അതാണ് കൂടുതൽ, വെള്ള സ്റ്റാറുമാണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ചാർട്ടിലാണ് ഒട്ടിച്ചേക്കുന്നത്. ആ വെള്ള ചാർട്ട് പേപ്പറിൽ, അതായത് ആ നമ്പേഴ്സിൽ നമുക്ക് ആ കൂടുതലുള്ള ഡ്രസ്സിലെ ഏറ്റവും കൂടുതൽ കളേഴ്സ് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഓരോ പാറ്റേൺസ് വരയ്ക്കാം. അപ്പോൾ ആ ഡ്രസ്സുമായിട്ട് മാച്ചായി നിൽക്കുകയും ചെയ്യും. അതൊന്നുകിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ കളർ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്ത് ആ നമ്പർ കട്ടൗട്ട്സിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റാർസ് വരച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റൗണ്ട് ഉണ്ടല്ലോ, ഡോട്ട്സ് ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള പാറ്റേൺ, ഇപ്പം ട്രയാങ്കിൾസ് വേണമെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ, ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണോ അത് യൂസ് ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ ആ ഡ്രസ്സിൽ വൈറ്റ് സ്റ്റാർ ഉള്ളത് കൊണ്ട് പീച്ച് കളർ പേപ്പറിൽ നിന്ന് സ്റ്റാർ കട്ട് ചെയ്ത് ആ നമ്പേഴ്സിൽ ഒട്ടിക്കാൻ പോവാണ്. കണ്ടോ? ഇതുപോലെ എല്ലാ നമ്പേഴ്സിലും നമ്മൾ സ്റ്റാർസ് ഒട്ടിക്കണം. സ്റ്റാർസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ്. ഇതോടുകൂടി ഫോട്ടോഷൂട്ടിൻ്റെ പ്രോപ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് വെച്ചെടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് കാണാം. ഈസി അല്ലേ മെത്തേഡ്? കുഞ്ഞു വാവകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള കുഞ്ഞു ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ സൈഡിൽ ഇതുപോലെയൊക്കെ വെച്ച് നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.